ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് റേഷൻ പച്ചരിയും കൊണ്ട് ഒരു അടിപൊളി ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നാൽ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് കേട്ടോ പച്ചരി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അരി എടുക്കുമ്പോൾ ഒരു അളവ് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് നല്ലോണം ഞാനൊരു 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് ഇതേപോലെ അരിയൊന്ന് ഇട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 4 പട്ട, 6 ഗ്രാമ്പും അതേപോലെ 6 ഏലക്കയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 സവാള ഞാൻ സ്ലൈസായി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഒന്ന് ചേർക്കാം. ഇനി സവാളൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി. അതും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളീൻ്റെ ഒക്കെ പച്ചമണം വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് വലിപ്പം വരുന്ന ഒരു 5 തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തക്കാളി ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് മല്ലിയില ഞാൻ ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ഞാൻ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് ഇതേപോലെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരി എടുത്തത് ഈ ഒരു പാത്രമാണ്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒരു പാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് അരിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കമ്മിയാണ്, അപ്പോൾ ഞാൻ ഉപ്പും കൂടി കുറച്ച് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഒരു ഒറ്റ വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഒറ്റ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊന്നും ഒട്ടി പിടിക്കാതെ അതുപോലെ തന്നെ അടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ആരും പച്ചരിയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്താണെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെള്ളം എടുക്കണ അളവും അതുപോലെ തന്നെ ഒറ്റ വിസിലും ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.